തങ്ങൾ പറയുകയാണ്, 3 കൂട്ടർക്ക് തീർച്ചയായും നരകത്തിൽ നിന്ന് മോചനമാണ്. അതിലാദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഹറാമ കാണാത്ത കണ്ണ് ആർക്കുണ്ടോ നരകീയ മോചനം റെഡിയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ കണ്ണ് വഅയ്നു സഹറത്ത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകളുണ്ടോ? പടച്ചറബിന്റെ മാർഗത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങൾ ഉറക്കമൊഴിച്ചവരുണ്ടോ? വെള്ളിയാഴ്ച രാവാണ്, സലാത്തുകൾ ചൊല്ലിക്കൊണ്ട് എന്റെ ഹബീബിനെ ഒന്ന് കാണണമെന്നുള്ള അടങ്ങാത്ത ആശ വെച്ചുകൊണ്ട് ബുർദത്തു ശരീഫ് ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞുകൂടിയവരുണ്ടോ? പരിശുദ്ധമാക്കപ്പെട്ട സലാത്ത് ചൊല്ലി ഖുർആൻ ഓതിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരുണ്ടോ? രാത്രി തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന സഹോദര സഹോദരിമാരുണ്ടോ? നരകീയ മോചനം റെഡിയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വഅയ്നു ഖറജത് മിൻഹാ ദുമൂ മിസ്ല റഅസി ദുബാബ്, ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പടച്ചറബേ ഞാൻ തെറ്റുകൾ ചെയ്തു പോയി അല്ലാഹ്, അശ്ലീലത കണ്ടുകൊണ്ട് കണ്ണ് നിറച്ചു പോയി റബ്ബേ നീ പുറത്തു തരണേ അല്ലാഹ് എന്ന പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ? മൂന്നാമത്തെ കൂട്ടരവരാണ്, അവർക്ക് തീർച്ചയായും നരകീയ മോചനം റെഡിയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കാപ്പനയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നിന്റെ ജീവിതത്തിൽ വന്നുപോയ ഒരുപാട് തെറ്റുകൾ കടന്നു വന്നിട്ടുണ്ടാകാം. ഹറാമുകൾ കണ്ടു തീർത്ത കണ്ണാകാം, ഹറാമുകൾ ചെയ്തു തീർത്തതായ കൈകളാകാം, കാട്ടി തീർത്തതായ കാതുകളാകാം. പടച്ചറബിലേക്ക് തൗബ ചെയ്യേണ്ട സമയമാണ്. ഈ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിലേക്ക് നീ തൗബ ചെയ്യണേ. അല്ലാഹുവേ, ഞാൻ ഒരുപാട് തെറ്റുകൾ കണ്ടുപോയി അല്ലാഹ്, ഒരുപാട് തെറ്റുകൾ എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു പോയി അല്ലാഹ്. ഹറാമായ ഭാഷണം ഞാൻ എന്റെ നാവ് കൊണ്ട് നടത്തിപ്പോയി അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, വല്ലിസാനു തസിയാൻ, നാവിന് വ്യഭിചാരമുണ്ട് സാബാ, ഫസിനാഹു അൽ കലാം, അന്യ പെണ്ണുമായി പാതിരാത്രി സമയത്ത് ഭാഷണം നടത്തുന്ന ചെറുപ്പക്കാരില്ലയോ, സഹോദരങ്ങളില്ലയോ? നഊദു ബില്ലാഹ്. അന്യ പുരുഷനുമായി ചങ്ങാത്തം കൂടി കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരനാണ്, അവരുമായി ചാറ്റിംഗ് നടത്തുന്ന സഹോദരിമാര്, പാതിരാത്രി സമയത്ത് അവരുമായി ഭാഷണം നടത്തുന്നവരില്ലയോ? നാവിന്റെ വിചാരമാണ് സഹോദരി, നാവിന്റെ വിചാരമാണ് പെങ്ങളെ. എത്രയെത്ര മുസ്ലിം സഹോദരിമാരാണ് 40-50 ഏജുള്ള സഹോദരിമാര്, ഭർത്താവ് പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് അവൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകനുമായി ഭാഷണം നടത്തുന്ന സഹോദരിമാരില്ലയോ? എത്രയെത്ര മോശപ്പെട്ട കോളുകളാണ്, എത്രയെത്ര മോശപ്പെട്ട ഓഡിയോ കോളുകളാണ് ഇന്നും ഇന്റർനെറ്റിൽ കിടക്കുന്നത്. മലബാർ ദേശത്തും തെക്കത്ത് ദേശത്തുമുള്ളതായ മുസ്ലിം അംഗമാരുടെ ഉമ്മമാരുടെ മോശപ്പെട്ട ഓഡിയോ കോളുകൾ ഇന്നും ഇന്റർനെറ്റിലില്ലയോ? അല്ലാഹുവേ നീ കാക്കണേ അല്ലാഹ്, ഈ സമൂഹത്തെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. എത്ര വിപത്താണ്, എത്ര വലിയ മോശമായ വിപത്താണ്. അന്യ പുരുഷനുമായി അന്യ സ്ത്രീകളുമായി പുരുഷന്മാരെ സ്ത്രീകളെ നിങ്ങൾ നടത്തുന്ന ഭാഷണമില്ലയോ? മോശപ്പെട്ട സംസാരമില്ലയോ? അന്യ പെണ്ണിനെ വീഴ്ത്താൻ വേണ്ടി ഏതൊക്കെ മോശപ്പെട്ട ലൈംഗിക ചുവയുള്ള ഭാഷകൾ സംസാരിക്കണോ അതെല്ലാം സംസാരിച്ചുകൊണ്ട് അവളെ അങ്ങനെ വീഴ്ത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ചെറുപ്പക്കാരില്ലയോ? നിന്റെ ഓരോ ഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ഫസിനാഹു അൽ കലാം,
നിന്റെ മധുരിതമാകുന്ന ഭാഷണമില്ലയോ, ആ ഭാഷണമാണ് അത് വ്യഭിചാരത്തിന്റെ സംസാരമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് വല്ലുദനാനി തസ്നിയാൻ. രണ്ട് കാതുകൾ വിചരിക്കുന്നുണ്ട് സാബ, രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അസ്മഉ. രണ്ട് കാതുകളുടെ വിചാരം. ഹറാമായ ഭാഷണം കേൾക്കുന്ന സഹോദരനുണ്ടോ? അന്യ പെണ്ണിന്റെ ഭാഷണങ്ങൾ കേട്ടുകൊണ്ട് കോൽമയിൽ കൊള്ളുന്നതായ ചെറുപ്പക്കാരാ, ആ ഭാഷണം കേട്ടുകൊടുക്കൽ തന്നെ കാതിന്റെ വിചാരമാണ്. ഉസ്താദേ, എന്നെ എപ്പോഴും ഒരു ചെറുപ്പക്കാരൻ വിളിക്കും, ഞാൻ അവനുമായിട്ട് കൂടുതൽ സംസാരം നടത്തിയിട്ടില്ല, അവനെപ്പോഴും എന്നെ വീഴ്ത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇന്നവരെ വീണിട്ടില്ല, ഞാൻ കേട്ടുകൊടുത്തിട്ടുള്ളയുള്ളൂ. പെങ്ങളെ, അവന്റെ മധുരിതമാകുന്ന ഭാഷണം കേട്ടുകൊടുക്കുന്ന നിന്റെ കാതുകൾ ചെയ്യുന്ന പ്രവർത്തനം ഹറാമാണ്. വല്ലുദനാനി തസ്നിയാൻ. രണ്ട് കാതുകൾ വിചരിക്കുന്നുണ്ട് സാബ. അന്യ പുരുഷന്റെ അന്യ സ്ത്രീയുടെ ഭാഷണം കേൾക്കുന്ന സഹോദരന്മാരുണ്ടോ? അത് കാതിന്റെ വിചാരമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. വരിജലാനി തസ്നിയാൻ. രണ്ട് കാലുകൾ വിചരിക്കുന്നുണ്ട് സാബ, കാലുകൾക്ക് വിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അൽ മംശാ, ഫസിനാഹുമാ അൽ ഖുതാ. രണ്ട് കാലുകൾ വിചരിക്കുന്നുണ്ട് സാബ, കാലിന്റെ വിചാരം. ഓരോ ചവിട്ടടിയും നീ ഹറാമായ സ്ഥലത്തേക്ക് വെക്കുന്ന ചവിട്ടടികളില്ലയോ? സിനിമ കാണാൻ വേണ്ടി നീ പുറപ്പെടലില്ലയോ? സീരിയല് കാണാൻ വേണ്ടി പോകുന്നില്ലയോ? ഞായറാഴ്ച ദിവസം നിന്റെ വീട്ടിൽ ടി വി ഇല്ല, അയൽവക്കക്കാരന്റെ വീട്ടിൽ 4 മണിക്കത്തുള്ള സിനിമ കാണാൻ, ഉച്ചയ്ക്കുള്ള സിനിമ കാണാൻ, ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സീരിയല് കാണാൻ നീ ഇറങ്ങി പുറപ്പെടുന്ന യാത്രയില്ലയോ? ഓരോ ചവിട്ടടിയും വിചാരമാണ്. കാരണം നീ കാണുന്നത് അന്യ പുരുഷനെയാണ്, നീ ദർശിക്കുന്ന അന്യ പെണ്ണിനെയാണ്. ഹറാമായ കാഴ്ചകളാണ്. അതുകൊണ്ട് യാത്ര തന്നെ എണ്ണപ്പെടുന്നത് വ്യഭിചാരമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതെല്ലാം പടച്ചറപ്പിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്യുന്ന അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 3 കൂട്ടർ നരകത്തിൽ പ്രവേശിക്കുകയില്ലത്രേ. അതിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഐനുൻ ഖറജത് മിൻഹാ ദുമൂ മിസ്ല റഅസി ദുബാബ്. ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് പടച്ചറപ്പേ തെറ്റ് ചെയ്തു പോയി അല്ലാഹ്, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിനടിമപ്പെട്ടുകൊണ്ട് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് അല്ലാഹ്, അറിയാതെ കണ്ടുപോയ റബ്ബേ, അറിയാതെ അന്യ പെണ്ണിലേക്ക് പിടിച്ചു പോയ അല്ലാഹ്, അറിയാതെ ഹറാമായ സ്ഥലത്തേക്ക് നടന്നുപോയ റബ്ബേ, നീ പുറത്തു തരണേ നാഥാ, നീ പുറത്തു തരണേ അല്ലാഹ് എന്ന പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ നരകീയ മോചനമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ സദസ്സിലൂടെ നേടിയെടുക്കേണ്ടത് അതാണ്. മനസ്സിലൊരു ഖേദം, തെറ്റ് ചെയ്തു എന്നുള്ള ഒരു ഖേദം. തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈയുയർത്തിക്കുക, ഒന്ന് കാണാനാണ്. ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കുല്ലുബിനി ആദമു ഖത്താഉൻ സയ്യിദുനാ റസൂലുള്ളാഹി. ചോദിച്ചതിന്റെ പേര് ഇറങ്ങി പോവാണ്, അറിയാതെ ചോദിച്ചാട്ടോ. കുല്ലുബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. പക്ഷെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടാരാണ് അത്തവ്വാബുൻ, റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തെറ്റിയാത്തവരില്ല, എല്ലാവരും തെറ്റുകാരാണ്. ഓരോ ചെറിയ തെറ്റെങ്കിലും ചെയ്യാത്തവരായി ഒരാളും ഈ സദസ്സിലുണ്ടാവൂല. സഹോദര സഹോദരിമാരടക്കമുള്ളവരും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താ? റബ്ബിലേക്ക് തൗബ ചെയ്യുക. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏറ്റു പറഞ്ഞു, തെറ്റ് സമ്മതിച്ചിട്ട് റബ്ബെ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് റബ്ബിലേക്ക് പറയുന്നത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളത് പറയാതെ നടക്കുകയാണ്, അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലാക്കണം.
ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബേ എന്ന് പറയുന്നില്ല ഇവിടെ ആരും. ഇപ്പൊ കേരളക്കരയിൽ പല ഭാഗങ്ങളിലായി വലിയ ദുരന്തങ്ങളുണ്ടായി അല്ലേ? എല്ലാ പള്ളികളിലും നമ്മൾ ദുആഇന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. മനുഷ്യനവൻ പടച്ച റബ്ബിനോട് ഏറ്റു പറയണം, റബ്ബേ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി എന്ന് ഏറ്റു പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, ഹദ്ദിനി അനി സൽസലാ, അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സിൽസാലുകളെ പറ്റി, ഭൂകമ്പങ്ങളെ പറ്റി, ദുരന്തങ്ങളെ പറ്റി, ഇത്തരത്തിലുള്ള പീഡിതമാകുന്ന പ്രയാസങ്ങളെ പറ്റി ഒന്ന് വിവരിച്ചു തരണേ ആയിഷ, ഒന്ന് വിവരിച്ചു തരണേ ഉമ്മ. ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാണ്, കാലത്ത് മഹദി അവറുകൾ പറയുകയാ, ഇദസ്തബാഹു അസ്സിനാ, വ്യഭിചാരം ഹലാലാക്കുന്ന കാലഘട്ടം കടന്നു വന്നാൽ, വ്യഭിചാരം സാർവത്രികമായി ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം വന്നാൽ, വിവാഹേതര ലൈംഗിക ബന്ധത്തിന് പോലും അനുമതി വരുന്നതായ കാലഘട്ടം വന്നാൽ, ഇത്തരത്തിലുള്ള വിപത്തുകളെ പ്രതീക്ഷിക്കണേ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഞാൻ എന്റെ പ്രവാചകൻ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ആര് പറയാൻ? ആയിഷ ബീവി പറയാ. ഭാര്യ പറയാ, ഭർത്താവാകുന്ന മുത്തുനബി പറഞ്ഞത് എന്ത്? വ്യഭിചാരം സാർവത്രികമായാൽ ജനങ്ങൾ അതിങ്ങനെ ഹലാലാക്കി, അതൊന്നും വിഷയമല്ല. കൂൾ മൈൻഡ്, അത് തന്നെയാണ് മൊത്തത്തിൽ. അത് തന്നെയാണ് ഞാനതാ പറഞ്ഞു. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇവിടുന്ന് വണ്ടി കയറി ഡൽഹി റെഡ് സീറ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് റാഹത്തായിട്ട് തിരിച്ചു വരുന്ന പരിപാടി അല്ല ഈ പറഞ്ഞത്. പിന്നെ ഏതാണ്? കണ്ണുണ്ട്, കാതുണ്ട്, കൈക്കുണ്ട്, ഈ വ്യഭിചാരങ്ങൾ അത് സാർവത്രികമാണ്. സമൂഹത്തിൽ വല്ലാതെ നടക്കുക. ഞാൻ പറഞ്ഞ മൊബൈൽ ഫോണിലൂടെ, വാട്സാപ്പും ഫേസ്ബുക്കിലൂടെയും അശ്ലീല ചാറ്റിങ്ങിലൂടെയും ഒക്കെ നടക്കുന്നത്. അല്ലാഹു ആക്കട്ടെ. ഒരാൾ തന്നെ 5 കണക്ഷനൊക്കെ ആയിട്ട് നടക്കുന്ന ഗവൺമെന്റ്, 5 സിം 15 സിം ഒക്കെ ആയിട്ട് നടക്കുന്ന സഹോദരിമാരുണ്ട്. എത്ര ആളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര സഹോദരിമാരെ നമ്മുടെ നാടുകളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര കേസുകളുണ്ട്. ആളെ ഞാൻ ഇലുഭരാക്കുന്നില്ല, ഇപ്പൊ അതൊക്കെ പറയാൻ പോയ വേറെ രീതിക്ക് പോകും. 40-50 വയസ്സെത്തിയതായ സഹോദരിമാർ സ്വന്തം ഭർത്താവിനെ കബളിപ്പിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുമായി ചാറ്റിംഗ് നടത്തുന്ന സഹോദരിമാർ അവസാനം പിടിക്കപ്പെട്ടപ്പോ 5 മൊബൈൽ ഫോൺ, 15 സിം, ഇത്ര ഉണ്ട്. ഖുർആനില്ല അവരുടെ കയ്യില്. നമുക്കൊന്നും അതില്ലല്ലോ. നമുക്കൊക്കെ സ്വന്തമായിട്ടൊരു ഖുർആനുണ്ടോ? നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഒന്നും ഇല്ലാത്തതിന്റെ അവസ്ഥയാണ് ഇതൊക്കെ. സ്വന്തമായിട്ട് ഖുർആൻ ആരാ ഓതുന്നത്? ഇന്നിപ്പോ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് ഓതി എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് കൈ ഉയർത്താൻ പറ്റും? ഉയർത്താനല്ല, എത്ര പേർക്ക് പറ്റും? വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം. ഇതാ വക്കാത്തിയ സൂറത്ത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച സൂറത്തുൽ വാഖിയ പാരായണം ചെയ്ത എത്ര സഹോദര സഹോദരിമാരുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതല്ലയോ, അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിയ, സ്ത്രീകളെ നിങ്ങളെ പഠിപ്പിക്കണേ സൂറത്തുൽ വാഖിയ ഓതാൻ വേണ്ടി കൽപ്പിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സ്ത്രീകളോട് പ്രത്യേകം പറയാൻ. എന്താ, പുരുഷന്മാര് വേണ്ടേ? അല്ല, പുരുഷന്മാര് കച്ചവടത്തിന് വേണ്ടി പോകുന്നു. വീട്ടിലിരിക്കുന്ന സഹോദരിമാര് വെറുതെ ഇരിക്കണ്ട, സൂറത്തുൽ വാഖിയ ഓത്. കാരണം കച്ചവടത്തിൽ കടയിൽ ആള് കയറണമെങ്കിൽ നമ്മളിവിടെ ഓതണം. ഇത് ഓതരുമില്ല, ഒന്നുമില്ല. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. നമ്മൾ ദിക്റും ഔറാദും എടുത്തിട്ടുണ്ടോ രക്ഷപ്പെടും, ഉറപ്പാണ്. പടച്ച തമ്പുരാൻ ഉയർത്തും, തീർച്ചയാണ്. വിപത്തുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ സലാമത്ത് നൽകും, എല്ലാ വിപത്തുകളും നൽകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തിയതാണ്, നിന്റെ ജീവിതത്തിൽ അനിവാര്യമാണ് നിന്റെ കാതുകളെ, നിന്റെ കണ്ണുകളെ, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കണേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം ചെയ്ത 2 അവയവങ്ങളെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്. ഭാഗ്യം ചെയ്ത 2 അവയവങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് നമ്മുടെ കണ്ണ്, മറ്റൊന്ന് നാവ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. 2 ഭാഗ്യമുള്ള അവയവമാണ്. ബാക്കിയൊന്നും ഭാഗ്യമില്ല എന്നർത്ഥത്തിലല്ല, ബാക്കിയൊക്കെ ഭാഗ്യമുണ്ടെങ്കിലും ഇത്രത്തോളം ഭാഗ്യമില്ല. എന്താണ് ഞാൻ പറഞ്ഞുതരാം, ഭയങ്കര ഭാഗ്യമാണ്.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ സ്വർഗാവകാശികൾക്ക് അടുക്കൽ സ്വർഗത്തിൽ കഴിയുന്നതായ ആളുകൾ ആ സ്വർഗത്തിൽ വസിക്കുന്ന സമയത്ത് ആദ്യമായി അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ആഹാരമേതാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെടുകയാണ് മാ അവ്വലു മാ യഅകുലു അഹ്ലുൽ ജന്ന. സ്വർഗാവകാശികൾ ആദ്യമായി കഴിക്കുന്നത് ഏതാണ് റസൂലേ? ആദ്യമായി കഴിക്കുന്നത് ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കബദുൽ ഹൂത്, മത്സ്യത്തിന്റെ കരളാണ്. കരൾ റോസ്റ്റ് ചെയ്ത് നൽകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ല, വലിയ മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്ത് തരും. മീൻ ഇഷ്ടമുള്ളവരാരാ? എത്ര പേരുണ്ടെന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. ആരും ഇല്ലേ? എല്ലാവരും ഇറച്ചിയുടെ ആൾക്കാരാ. അല്ല, ഒറിജിനൽ ബീഫ് കിട്ടുമോ? ഒറിജിനൽ ബീഫ് കിട്ടുന്ന കട നമുക്ക് 1-2 അറിയായിരിക്കും. നമ്മൾ പറയട്ടെ, അല്ല അവിടെ പോണം, പോത്തുമുക്കി പോണം, ഇവിടെയാണ് ഒറിജിനൽ ബീഫ് ഉണ്ട്, അങ്ങനെ നമ്മൾ പറയും. അങ്ങനെയാണോ? കിട്ടാറുണ്ടോ? നിങ്ങളെന്താ ആരും അനങ്ങാത്ത? ക്ലാപ്പനയുള്ളവരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടോ? എല്ലാം കരുനാഗപ്പള്ളിക്കാരാണല്ലേ ഇതെല്ലാം ഇരിക്കുന്നത് ഫ്രണ്ടിലല്ലേ? ഉണ്ടോ? കിട്ടുവോ? താപന്നല്ലേ എന്റെ പേര്? നാളെ സ്വർഗാവകാശികൾക്ക് ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതാണ്? കബദുൽ ഹൂത്ത്, മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്ത് തരും സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു കഴിക്കാൻ തൗഫീഖ് തരട്ടെ. കരള് ഇഷ്ടമല്ല സാറേ, ഞാൻ മറ്റേ ചൂര പോലും കൂട്ടത്തില്ല, കാരണം അതിനകത്ത് ഈ കരളിന്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് എന്ന് പറയുന്ന സഹോദരിമാരുണ്ടാവും. ഏറ്റവും ടേസ്റ്റാണ്, സ്വർഗമാണെന്ന് കരുതിക്കോണത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെ ഫുഡാണ്. സ്വർഗത്തിൽ കടക്കണ്ടേ? ആഗ്രഹമുള്ളവരൊന്ന് കൈയുയർത്തിക്ക്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്നെ പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയേക്കാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. അല്ലാഹു തഅ്വാ ഉസ്താദിന്റെ ദറജ ഉയർത്തട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലെ ആദ്യം കിട്ടുന്ന ഭക്ഷണം ഏതാണ്? സ്വഹാബത്ത് ചോദിക്കാൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകുകയാണ്, കബദുൽ ഹൂത്, മത്സ്യത്തിന്റെ കരളാണ് സ്വഹാബ. മത്സ്യത്തിന്റെ കരൾ നൽകുമേ, കരൾ റോസ്റ്റ് ചെയ്യുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മനോഹരമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ ആദ്യം കിട്ടുന്ന വിഭവം ഇതാണ്. കരൾ റോസ്റ്റ്, മീനിന്റെ കരളാണ് അല്ലേ? നീണ്ടകരയിൽ ഇവിടെ ഏതാണ്ടൊരു കടൽ എന്നുണ്ടല്ലോ, എന്താണ്? അപ്പൊ മീൻ ഇഷ്ടമില്ലാത്ത കൊമ്മല്ലാതെ തിരിഞ്ഞ് ഉണ്ടല്ലേ, ചാടി പറയാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവരും ഉണ്ടാകും. അല്ലാഹു അവർക്കും ബർക്കത്ത് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ആ കരൾ റോസ്റ്റ് ചെയ്ത് നൽകും. ഇത് സ്വഹാബത്ത് കേട്ടപ്പോ സ്വഹാബത്ത് ചോദിക്കണം, ഞാൻ എങ്ങോട്ടാ പറഞ്ഞു കൊണ്ടുവരുന്നത്? കണ്ണും നാവും വലിയ ഭാഗ്യമുള്ള അവയവങ്ങളാണ് എന്നതിലേക്ക് സൂചിപ്പിച്ചു കൊണ്ടുവരാണ്. അതുകൊണ്ട് ഈ കണ്ണിനെയും നാവിനെയും സൂക്ഷിക്കണം. അതാണ് ആകെ പറഞ്ഞു കൊണ്ടുവരുന്നതിന്റെ ആകത്തുക. ഇവിടെ ശ്രദ്ധിക്കണം. ഈ 2 അവയവങ്ങളും വളരെയേറെ ശ്രേഷ്ഠതയുള്ള അവയവങ്ങളാണ്. മറ്റവയവങ്ങളെ പോലെ അല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. സ്വഹാബത്ത് ചോദിച്ച ഉടനെ, യാ റസൂലല്ലാഹ്,
അഫിൽ ജന്നതി അൽഅക്ലു വശ്ശുറബു യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ സ്വർഗ്ഗത്തിൽ ഭക്ഷണമുണ്ടോ കുടിനീരുണ്ടോ? സ്വർഗ്ഗത്തിൽ തീറ്റും കുടിയോ? എന്താ പരിപാടി അവിടെ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്ചര്യത്തോടുകൂടി അതിശയത്തോടുകൂടി ചോദിച്ച സഹാബത്തിനോട് പറയുകയാ, നഅം അസിയദ മിനദ് ദുനിയാ, ഈ ദുനിയാവിനേക്കാൾ കൂടുതലുണ്ട് സഹാബ, ഈ ദുനിയാവിനേക്കാൾ അധികമുണ്ട് സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ നിങ്ങൾ എത്ര കഴിക്കുന്നോ അതിന്റെ ഇരട്ടിയുണ്ട് എവിടെ? സ്വർഗത്തിൽ. അവിടെ ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ച സ്വഹാബത്തിനോട് നബി കൊടുത്ത മറുപടി, അവിടെ ദുനിയാവിനേക്കാൾ കൂടുതലുണ്ട്. ദുനിയാവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ? കഴിച്ച് നമ്മളിപ്പോ ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താം, അപ്പോഴും ഒരു മട്ടൻ ബിരിയാണി പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്, നമ്മൾ ഒന്നും കൂടി ഒന്നിരിക്കും അല്ലേ? അത് രാവിലത്തേക്ക് വെക്കുവോ? അല്പം ബർക്കത്തിനുള്ള എന്തിനെന്ന് എഴുതിയിട്ട് നമ്മൾ സ്വല്പം ഒന്ന് കഴിച്ചെങ്കിൽ രാവിലെ എഴുന്നേറ്റില്ലെങ്കിലോ അതുകൊണ്ട് ഇത് കഴിച്ചിട്ട് കിടന്നേക്കാം. ഇതാണ് നമ്മുടെ പരിപാടി. എത്ര കഴിച്ചെന്ന് പറഞ്ഞാലുള്ള സ്റ്റേജായി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വിടും. അതാണ് ദുനിയാവിലെ കഴിക്കല്. ഇതിന്റെ ഇരട്ടിയാണ് ഇവിടെ സ്വർഗത്തിൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉസ്താദ്മാരെ ഭക്ഷണം മുത്തല്ലിമീങ്ങൾ അല്ലെ അട്ടിപ്പാത്രം കൊണ്ടുപോയിട്ട് അവസാനം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും. മുത്തല്ലിമീങ്ങൾക്കൊക്കെ വീടുണ്ടാവും. എന്നാൽ ഈ അട്ടിപ്പാത്രത്തിൽ നിന്ന് അതിന്റെ ചിക്കനും മട്ടനും ഒന്ന് കഴിക്കും. ആ പാത്രം കഴുകി വെക്കാൻ വേണ്ടി പോകുമ്പോ എന്തിനാ? അതൊരു ബർക്കത്ത്, റാഹത്ത്. അങ്ങനെ ഏത് മേഖലയിലും ഉണ്ടെന്നർത്ഥം. എല്ലായിടത്തും ഉണ്ട് ചെറുതായിട്ടിങ്ങനെ. അപ്പൊ ഭക്ഷണത്തോട് താല്പര്യം ഈ ദുനിയാവിന്റെ താല്പര്യത്തെക്കാൾ കൂടുതൽ ഭക്ഷണവും എവിടെ ഉണ്ടാകും? നാളെ സ്വർഗത്തിലുണ്ടാകും. അപ്പൊ വീണ്ടും സംശയം. സഹാബത്ത് ചോദിക്കുകയാണ്, അവർ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുകയില്ലയോ റസൂലേ? ഭക്ഷണം കഴിച്ചാൽ കാഷ്ടിക്കണ്ടയോ മൂത്രിക്കണ്ടയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ യാ സഹാബ, അവർ ഭക്ഷണം കഴിച്ചാൽ കാഷ്ടിക്കുകയും വേണ്ട മൂത്രിക്കുകയും വേണ്ട, ബൽ യതറഖൂൻ, അവർ വിയർക്കുന്നതാണ്. അവരുടെ വിയർപ്പ് കടന്നു വരുന്നത് നാറ്റത്തിലൂടെയല്ല, കസ്തൂരിയുടെ സുഗന്ധമായിട്ടാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫുഡ് കഴിച്ച വിയർക്കും, വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ കടന്നു വരുന്ന വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും ഉണ്ടാവുക. അത്രയൊന്നും അടിക്കണ്ട, 2 പൊറോട്ട അടിച്ചാൽ മതി. മനസ്സിലാകുന്നുണ്ട്? ഭക്ഷണം കഴിക്കുമ്പോ എന്താണ്? വിയർക്കും. അപ്പൊ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ കടന്നു വരുന്നതോ നല്ല കസ്തൂരിയുടെ സുഗന്ധം. അപ്പൊ അവിടെ നല്ല മണം വരുമ്പോൾ മനസ്സിലാക്കണം ഓൻ ശരിക്കും ഫുഡ് അടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പുറത്ത് റൂമിൽ നിന്ന് മണം ഇങ്ങനെ അടിക്കുമ്പോൾ മനസ്സിലാക്കണം എന്താണ്? ആള് നല്ല ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. കാരണം എന്താ? വിയർപ്പ് ഇങ്ങനെ കൂടും. വിയർപ്പ് അധികരിക്കുമ്പോ അതിന്റെ അടുത്ത് എന്താ? വിയർപ്പ് നമ്മളെയൊക്കെ ആണെങ്കിലും കെട്ട മണം, പെണ്ണുങ്ങൾ എഴുന്നേക്കത്തില്ല. സംഭവം ഇത് വേറെയാണ്. ഇത് നല്ല സുഗന്ധമാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധം. ഹദീസാണ് ഇതൊക്കെ. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ അവസ്ഥ. നമ്മുടെ ഇപ്പോഴത്തെ വിയർപ്പേ ആൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇത് കസ്തൂരിയേക്കാൾ സുഗന്ധം. ഈ ദുനിയാവിൽ വെച്ചാൽ നബിക്ക് അങ്ങനെ ഉണ്ട്, ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരി. ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. നബിക്ക് തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഏത്? മുസലമ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വഹീഹുൽ ബുഖാരി, ആർക്കും നിഷേധിക്കാൻ പറ്റൂല. നബിതങ്ങൾ വരുമ്പോ ഞാനൊരു വിരിപ്പ് വിരിച്ചു കൊടുക്കും. മുസലമ ബീവി പറയാ, നബിയുടെ ഭാര്യയാണ് ഉമ്മു സലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോ ഞാൻ ആ വിരിപ്പ് എടുത്തിട്ട്, നബി നല്ല വിയർപ്പുള്ള വ്യക്തിയാണ്, മുസലമ ബീവി തന്നെ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല വിയർക്കുമായിരുന്നു. ഞാൻ ആ തുണി ഇങ്ങനെ എടുത്തിട്ട് ഞാൻ കുപ്പിയിലേക്ക് ഇങ്ങനെ പിഴിയും, വിയർപ്പ് ഇങ്ങനെ പിഴിയും. നമ്മൾ തോർത്ത് നല്ല വിയർക്കുന്ന സമയത്ത് തോർത്ത് പിഴിഞ്ഞാൽ ഉണ്ടാവും, നമ്മൾ ഇട്ടിരിക്കുന്ന ബനിയം പിഴിഞ്ഞെടുക്കാണ്ടാവും. അതേപോലെ ഇതിങ്ങനെ പിഴിഞ്ഞിട്ട് ആ കുപ്പിയിലാക്കി വെക്കും. എന്ന് പറയാം നല്ല സുഗന്ധമാണ്, നല്ല സുഗന്ധമാണ്. ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോ അതുപോലെ തന്നെ സുഗന്ധത്തിന് വേണ്ടിയൊക്കെ ആവശ്യത്തിന് ഞങ്ങൾ ഇത് പുരട്ടാറുണ്ടായിരുന്നു. ആര് പറയാ? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. ഹദീസാണ്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഞാൻ അതിലേക്ക് നമ്മുടെ വിഷയം ബറക്കത്ത് എന്നുള്ളൊരു വിഷയമല്ല, എങ്കിലും ഞാൻ സൂചിപ്പിച്ചതാണ്. ചിലർ അങ്ങനെ പറയുമ്പോൾ ചുമ്മാ അടിക്കുകയാണ് മൂപ്പര്, അങ്ങനെയൊന്നും ഇല്ലാന്ന് കരുതണ്ട, ഹദീസാണ്. അപ്പൊ നബിക്ക് ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നബിയുടെ ശരീരത്തിൽ നിന്ന് വരുന്നത് എന്തായിരുന്നു? വിയർപ്പ് എന്തായിരുന്നു? സുഗന്ധം, മിസ്കായിരുന്നു, കസ്തൂരിയായിരുന്നു.
നമുക്കിത് ആഖിറത്തിലെത്തുമ്പോൾ കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെത്തണം കേട്ടോ, എങ്കിലേ ഉള്ളു കിട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നരകത്തിലാണെ പറയണ്ട, അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഫുഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സ്വഹാബത്ത് വലിയ ആശ്ചര്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ, ജനങ്ങൾ മുഴുവനും വലിയ സുഖത്തിലും ആസ്വാദനത്തിലും കഴിഞ്ഞു പോയാണ്. സ്വർഗത്തിൽ കഴിയുന്ന ഓരോരുത്തരും വലിയ സുഖത്തിലാണ് കഴിയുന്ന. ഓരോരുത്തരും ചിന്തിക്കും, എന്നേക്കാൾ വലിയ സുഖലോലുപത മറ്റാർക്കുമില്ല, മറ്റാർക്കുമില്ല. എന്റെ അത്ര ആസ്വാദനം വേറെ ആർക്കും ഇല്ല. അങ്ങനെയാണ് ഓരോരുത്തരും കരുതുക. ആ രീതിക്കാണ് അവരുടെ ആസ്വാദനത്തിന്റെ മർത്തബ, ദറജ അല്ലാഹു സ്വീകരിച്ചിട്ടുള്ളത്. ഹദീസിൽ കാണാം, ഏറ്റവും താഴത്തെ തട്ടിലുള്ളവന് തന്നെ 1000 ഖാദിമീങ്ങളുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി 1000 പേരാ സേവകര്. അവന്റെ ചെരുപ്പ്, വടി, അവന്റെ എല്ലാ സാധനങ്ങളും എടുക്കാൻ വേണ്ടി 1000 പേര് നമുക്കിങ്ങനെ ഖിദ്മത്ത് എടുക്കാൻ, സേവനം ചെയ്യാനുണ്ടെങ്കിലും ചിന്തിച്ചു നോക്കി. വല്ലതും ചെയ്യേണ്ടി വരും. നമ്മള് മലമൂത്ര വിസർജനം ഇല്ലല്ലോ, പിന്നെന്താ ഉള്ളത്? ആകരുന്ന് വല്ലതും കഴിക്കുക, വേറെ പരിപാടിയൊന്നുമില്ല. 1000 പേരെ സേവനത്തിന് കിട്ടിയാലുള്ള അവസ്ഥ എന്താ? വേണ്ട ഒരാളെ ഉള്ളിപ്പോടെ ഭാര്യ, അവളെ തന്നെ നമ്മൾ വിളിക്കുക. രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടുവിലത്തെ താളിങ്ങനെ പറന്നങ്ങോട്ട് പോയി. അടുക്കള ഇരിക്കുന്നവളോട് ആ പത്രം ഒന്ന് എടുത്ത്, താഴെ കിടക്കുക സംഭവം. ഇവന് കുഞ്ഞെടുത്താൽ മതി. അത് തന്നെ നമ്മൾ പെണ്ണുങ്ങളെ വിളിച്ച അടുക്കളയിൽ നിന്ന് വിളിപ്പിച്ചിട്ടുമാണ് എടുപ്പിക്കുന്നത്. ഒരാളെ കിട്ടിയപ്പോൾ ഉള്ള അവസ്ഥയാണ്. അപ്പൊ 1000 പേരെ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, വേറൊരു പണിക്കൊന്നും പോവില്ല. മറ്റേത് മക്കളെ നോക്കണം, അവരെ നോക്കണം, ഇതൊക്കെ നിന്നെ നോക്കണം, മക്കളെ നോക്കണം, കുടുംബം നോക്കണം, വേറെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് ഭാര്യയ്ക്കുള്ളത്. ഇതങ്ങനെയല്ല, നിനക്ക് മാത്രം ഖിദ്മത്തിന്, സേവനത്തിനായിട്ട് 1000 പേരാണ്. ഏറ്റവും താഴത്തെ തട്ടിൽ സ്വർഗത്തിലുള്ളവനെ കിട്ടുന്നത് ഇതാണ്, സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്കിയാൽ മുകളിലോട്ട് എത്രയായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും കരുതും, എനിക്ക് നൽകിയതുപോലെ നിഅമത്ത്, അനുഗ്രഹം വേറെ ആർക്കും നൽകിയിട്ടില്ല എന്ന് കരുതും. അങ്ങനെ കരുതും. അങ്ങനെയാണ് മുന്നോട്ട് പോവുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗ്ഗത്തിൽ വസിക്കുന്ന ഓരോരുത്തരും സുഖലോലുപതയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന ചോദിക്കുകയാണ്, അതുരീദൂന അസിയത മിൻ ഹാദാ, ഇതിനേക്കാൾ വല്ലതും നിങ്ങൾക്ക് വേണോ? വേണോ? ഇതിനേക്കാൾ വല്ലതും അധികമായിട്ട് വേണോ? വേണോ? അല്ലയോ ജനങ്ങളെ, ജനങ്ങളെ, നിങ്ങൾ ഇതിനേക്കാൾ വല്ലതും കൂടുതലായി ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ? അവർ വിളിച്ചു പറയുമത്രേ, വിളിച്ചു പറയുമത്രേ, ലാ ഹാദാ അസിയദു യാ അല്ലാഹ്. ഒന്നുമില്ല പടച്ച റബ്ബേ, ഒന്നുമില്ല പടച്ച റബ്ബേ, ഞങ്ങൾ മനസ്സിൽ കരുതിയതിനേക്കാൾ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഇന്നവരെ കണ്ടിട്ടുള്ളതിനേക്കാൾ, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഇന്നുവരെ ചിന്തിച്ചിട്ടുള്ളതിനേക്കാൾ, ഞങ്ങളുടെ കാതുകൊണ്ട് ഇന്നുകൊണ്ട് കേട്ടിട്ടുള്ളതിനേക്കാൾ വലിയ ആസ്വാദനമാണ് നീ നൽകിയിട്ടുള്ളത്. ഇതിനേക്കാൾ വലുത് ഞങ്ങളുടെ മനസ്സിലില്ല റബ്ബേ, ചിന്തയിലില്ല അല്ലാഹ്. അസിയദു യാ അല്ലാഹ്, ഇത് തന്നെ കൂടുതലാണ് പടച്ച റബ്ബേ എന്ന് അല്ലാഹുവിനോട് പറയുമോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയുക്ശഫുൽ ഹിജാബ്, അവർക്കിടയിലും റബ്ബിനിടയിലുമുള്ള മറയങ്ങ് നീക്കുമേ, നീക്കുമേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ കാണുകയാണ്, കാണുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ജഗന്നിയന്താവായ, പരിപാലകനായ പടച്ച റബ്ബിന്റെ സൗന്ദര്യത്തെ ദർശിക്കുകയാണ്. ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറൂന ലൈലത്തുൽ ബദ്രി സദഖ റസൂലുള്ളാഹി. പൂർണ്ണചന്ദ്രനെ, 14ആം ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ നാളെ അല്ലാഹുവിനെ നിങ്ങൾ ഞങ്ങളുടെ നേത്രങ്ങൾ കൊണ്ട് ദർശിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായ വാക്യം പുലരുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനെ നേരിട്ട് കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലാകുന്ന ലോകത്തെ ഏറ്റവും സുന്ദരനാകുന്ന പ്രവാചകനെ സൃഷ്ടിച്ച, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച, ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച, അതിന്റെ സർവ്വ മനോഹാരിത
ഭാര്യകളും നൽകിയ പടച്ച തമ്പുരാൻ എത്ര വലിയ സൗന്ദര്യമുള്ളവനാ. ആ പടച്ച റബ്ബിനെ നേരിട്ട് കാണുകയാണ്. അവൻ ലോകത്ത് കണ്ടിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങളും അതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളും എല്ലാം മറക്കുകയാണ്. ഫമാ ഊതു ശൈഅ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ വജ്ഹി റബ്ബിഹിമുൽ കരീം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉറപ്പെടുത്തുകയാണ്, ഫമാ ഊതു ശൈഅ അഹബ്ബ ഇലൈഹി മിനൻ നദരി ഇലാ റബ്ബി വജ്ഹിൽ കരീം. പടച്ച റബ്ബിനെ കാണുന്നതിലൂടെ അവർ അതുവരെ അനുഭവിച്ച സർവ്വ സൗഭാഗ്യങ്ങളും അവർ മറന്നു പോവുകയാണ്. അല്ലാഹുവിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദർശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്